Hi, hello dear friends. Welcome to this session of patents and copyrights. Actually, patents and copyrights come under the intellectual property rights. അതായത് പേറ്റന്റ് കോപ്പിറൈറ്റ് എന്നിവ ബൗദ്ധിക സ്വത്താവകാശ നിയമങ്ങളിൽ പെടുന്നതാണ്. So let us understand firstly what is intellectual property rights. ബൗദ്ധിക സ്വത്താവകാശ നിയമം എന്താണ് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. Again, for the better understanding intellectual property rights, we have to understand what is law, what is property. എന്താണ് നിയമം, എന്താണ് property? Right, of course, refers to a legal entitlement. നിയമപരമായിട്ടുള്ള ഒരു സംരക്ഷണം or legal privilege to do something. By getting a legal protection, something can be recognized, something can be protected, and something can be justified. ഒരു നിയമാനുസൃതമായിട്ടുള്ള ഒരു സപ്പോർട്ട് ലഭിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നു, പല രൂപത്തിലുള്ള സംരക്ഷണങ്ങൾ ലഭിക്കുന്നു. സോ ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ റൈറ്റ്സ്, ചിൽഡ്രൻ റൈറ്റ്സ് എക്സെട്ര. അപ്പം നിയമങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. സോ വാട്ട് ഈസ് പ്രോപ്പർട്ടി? Property, we are very familiar with property, the word property. Property designates those things that are commonly recognized as being the possession of an individual or a group of individuals. അതായത് എന്തെങ്കിലും ഒരു സാധനം, ഒരു എക്സിസ്റ്റൻസ് ഉള്ള ഒരു ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ, നമുക്ക് ബൗദ്ധികമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന സംഗതികളാണ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ, ദിസ് പെൻ ഇറ്റ്സ് എ പ്രോപ്പർട്ടി, മൊബൈൽ ഫോൺ ഇറ്റ്സ് എ പ്രോപ്പർട്ടി, ക്യാമറ ഇറ്റ്സ് എ പ്രോപ്പർട്ടി. വി ക്യാൻ കാറ്റഗറൈസ് ദി പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറെൻറ്റ് വേസ്. പ്രോപ്പർട്ടി, പല തരത്തിലുള്ള പ്രോപ്പർട്ടികളുണ്ട്, അല്ലെങ്കിൽ പ്രോപ്പർട്ടിയെ നമുക്ക് പലതായിട്ട് വിഭജിക്കാം. മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്, നമുക്ക് ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള പ്രോപ്പർട്ടികളുണ്ട്. പബ്ലിക് ആൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടീസ്, ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ. മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് വി ക്യാൻ മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. സോ ഫോർ എക്സാമ്പിൾ കാർ, ഓർണമെന്റ്സ്, ഫേർണിച്ചർ എക്സെട്ര. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുവാനും മൂവ് ചെയ്യാനും സാധിക്കുന്ന തരത്തിലുള്ള പ്രോപ്പർട്ടികളാണ് മൂവബിൾ പ്രോപ്പർട്ടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിച്ച് കാൻ ബി മൂവ്ഡ്, സേ ഫോർ എക്സാമ്പിൾ ലാൻഡ്, ഹൗസ്, ബിൽഡിംഗ് എക്സെട്ര. അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക സാധ്യമല്ല. അതുപോലെ തന്നെയാണ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് properties. There are two types. Other types are public and private properties, which is based on its ownership. Public properties are owned by a nation or a state, whereas private properties are owned by private persons. വ്യക്തികൾ, സ്വകാര്യ വ്യക്തികൾ സ്വായത്തമാക്കിയിട്ടുള്ള പ്രോപ്പർട്ടികൾക്കാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതിന് പ്രത്യേക ഉദാഹരണങ്ങൾ ആവശ്യമൊന്നുമില്ല. പബ്ലിക് പ്രോപ്പർട്ടി ആവട്ടെ, റോഡുകൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ തുടങ്ങിയവയെല്ലാം പബ്ലിക് പ്രോപ്പർട്ടിക്ക് ഉദാഹരണമാണ്. ദി അതർ ടൈപ്സ് ആർ ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടീസ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമായിട്ടുള്ള രണ്ട് കാറ്റഗറൈസേഷനാണത്. Tangible and intangible properties. That is, tangible properties, as we mentioned, which can be touched, which can be feel. Say for example, building, land, house, cash, jewelry, etc., etc. On the other hand,
there is a kind of valuable property that cannot be felt physically as it does not have physical form. That is what is called intellectual property. അതാണ് ഭൗതിക സ്വത്തവകാശ നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബുദ്ധിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രോപ്പർട്ടിയാണത്. യഥാർത്ഥത്തിൽ അത് ഇറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ. അത് നമുക്ക് ഫീൽ ചെയ്യുക സാധ്യമല്ല. അതായത് ഉദാഹരണമായി ഒരു കണ്ടുപിടുത്തം ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ആ കണ്ടുപിടുത്തം ഉൾക്കൊള്ളുന്നത് ഇറ്റ് ഈസ് ഇൻ ഹിസ് മൈൻഡ്, ഓർ വി ക്യാൻ സേ ഇറ്റ് ഈസ് ഇൻ ഹിസ് ബ്രെയിൻ. ഒരു സാഹിത്യകാരൻ അദ്ദേഹത്തിന്റെ സാഹിത്യ സൃഷ്ടി, കവിത അല്ലെങ്കിൽ നോവൽ, അത് അദ്ദേഹത്തിന്റെ മനസ്സിലാണുള്ളത്. That type of properties are called intellectual properties. ഭൗതിക സ്വത്തുക്കൾ. ഭൗതിക സ്വത്തുക്കളെ കുറിച്ചുള്ള നിയമങ്ങൾക്കാണ് IPR എന്ന ചുരുക്കത്തിൽ അറിയപ്പെടുന്നത്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. So what is intellectual property? Intellectual property is an intangible creation of human mind, usually expressed or translated into a tangible form. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ മനസ്സിലുള്ള പ്രോപ്പർട്ടിയാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. പക്ഷെ അത് ഒരു ടാഞ്ചിബിൾ രൂപത്തിൽ നമുക്ക് മാറ്റുമ്പോൾ മാത്രമാണ് അതിനൊരു നിയമ സംരക്ഷണം നൽകാൻ സാധിക്കുന്നത്. അതാണ് പുസ്തകങ്ങൾ, സാഹിത്യ സൃഷ്ടി പുസ്തകങ്ങളിലേക്ക് മാറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതിനകത്തുള്ള കണ്ടന്റ് ഇതിന്റെ ഓതറുടെ മനസ്സിലുള്ളതാണ്. അത് ഈ പുസ്തക രൂപത്തിലാക്കുന്നതോട് കൂടിയിട്ടാണ് ഇതിന് നിയമപരമായിട്ടുള്ള സംരക്ഷണം ലഭിക്കുന്നത്. കോപ്പിറൈറ്റ് ലഭിക്കുന്നത് അങ്ങനെയാണ്. സോ വി ക്യാൻ ഡിഫൈൻ intellectual property as the rights given to people over the creation of their minds. They usually give the creator an exclusive right over the use, creation for a certain period of time. So, intellectual property rights or IPR can be defined as the rights given to the people or the creation of their mind. They usually give the creator an exclusive right or the use, creation or sale for a certain period of time. Intellectual property comprises two distinct forms. Intellectual property, ഭൗതിക സ്വത്തുക്കളെ നമുക്ക് പ്രധാനമായും രണ്ടായി തരംതിരിക്കാം. The first one is industrial property, second one is copyright and related rights. ഒന്ന് വ്യാവസായിക സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണെങ്കിൽ, മറ്റൊന്ന് സാഹിത്യ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. ഇതാണ് പ്രധാനമായും രണ്ട് തരത്തിലുള്ള കോപ്പിറൈറ്റ്സ് അല്ലെങ്കിൽ ഭൗതിക സ്വത്തുക്കൾ. നമുക്ക് ഓരോന്നും വിശദമായിട്ട് അല്ലെങ്കിൽ വളരെ ചുരുക്കി നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അതേസമയം എന്താണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടികളുടെ പൊതു സ്വഭാവം? We can count it as creation of human mind or creation of human intellect. Second one, it is intangible. അത് ടച്ച് ആൻഡ് ഫീൽ, നമുക്ക് ഭൗതികമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കില്ല. It is an exclusive right and it will be given to a specific period. ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്കായിരിക്കും ഈ നിയമത്തിന്റെ സംരക്ഷണം. And the other one is it will be territorial. ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള ഭൗതിക സ്വത്താവകാശ നിയമങ്ങളാണ്. അതാണ് ടെറിട്ടോറിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി എന്താണ് ഇത്തരത്തിൽ ബൗദ്ധികമായ സ്വത്തവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനുള്ള മോട്ടീവ്? എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ രാജ്യങ്ങൾ സംരക്ഷിക്കുന്നത്? Countries have laws to protect intellectual property for two main reasons. വളരെ പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് ഇത്തരത്തിലുള്ള നിയമ പരിരക്ഷ നൽകുന്നതിന് പിന്നിലുള്ളത്. One is to give statutory expression to the moral and economic rights of creators in their creations and the right of the public in access to those creations. ഒന്ന്, ഇത് നിർമ്മിക്കുന്ന ആളുകൾക്ക് അവർക്ക് എക്കണോമിക് റൈറ്റ്സ്, അത് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി, അത് സാമ്പത്തികമായ അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. രണ്ട്, തീർച്ചയായിട്ടും ഒരു മോറൽ ബന്ധം, ആത്മബന്ധം ഇത് ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഉണ്ടല്ലോ, ക്രിയേറ്റേഴ്സ് ആൻഡ് പ്രോഡക്റ്റ്. അത് പുസ്തകങ്ങളാവട്ടെ, കണ്ടുപിടുത്തങ്ങളാവട്ടെ, ആൻഡ് സോ ഓൺ. അങ്ങനെ ഒരു പരിരക്ഷ നൽകുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ ഈസ് ടു പ്രൊമോട്ട് ആസ് എ ഡെലിബറേറ്റ് ആക്ട് ഓഫ് ഗവൺമെന്റ് പോളിസി ക്രിയേറ്റിവിറ്റി ആൻഡ് ഡിസമിനേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഇറ്റ്സ് റിസൾട്ട് ആൻഡ് ടു എൻകറേജ് fair trading which would be contribute to the economic and social development. ഇത്തരത്തിലുള്ള ആളുകൾക്ക് പ്രോത്സാഹനം നൽകുക. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് രാജ്യങ്ങൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടികൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്തമായ നിയമങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. Generally speaking, intellectual property law aims at safeguarding creators and other producers of intellectual goods and services by granting them certain time-limited rights to control the use made of those productions. As we mentioned, there are two types of intellectual properties. They are literary and artistic work. They are books, paintings, musical compositions, plays, movies, radio programs, TV programs, etc. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മുന്നിൽ വരുന്ന ഒരു സംഘടനയാണ് WIPO, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി കൺവെൻഷൻ ഇൻ 1967, which is a specialized agency of United Nations organization. Now let us discuss different types of intellectual property rights. Patents, copyright, trademark, industrial design, protection of IC layout design, geographical indications of goods, biological diversity, plant varieties and farmers' rights, അൺഡിസ്ക്ലോസ്ഡ് ഇൻഫർമേഷൻ. ഓരോന്നും വളരെ ചുരുക്കി എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് വൺ ഈസ് പാറ്റന്റ്. Patent is an exclusive right granted for an invention, which is a product or a process that provides a new way of doing something or offers a new technical solution to a problem. It provides protection for the invention to the owner of the patent. The protection is granted for a limited period, that is 20 years. Patent protection means that the invention cannot be commercially made, used, distributed or sold without the patent owner's consent. ഒരു പുതിയ കണ്ടുപിടുത്തത്തിന് വേണ്ടി കണ്ടുപിടുത്തത്തിന് ഗവൺമെന്റ് നൽകുന്ന നിയമപരമായിട്ടുള്ള പരിരക്ഷയാണ് നമ്മൾ പേറ്റന്റ്. അതായത് മറ്റുള്ളവർ ഈ കണ്ടുപിടുത്തം ഉപയോഗിക്കുകയും അത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയുകയും ചെയ്യുന്ന ഒരു നിയമമാണ് പേറ്റൻസ് എന്ന് പറയുന്നത്. സാധാരണയായി 20 വർഷത്തേക്കാണ് പേറ്റന്റുകൾ നൽകുന്നത്.
Second one is trademarks. What do you mean by trademarks? It's a distinctive sign that identifies certain goods or services as those produced or one or a combination of words, letters, and numerals. They may consist of drawing, symbols, three-dimensional, two-dimensional signs such as shape and packaging of goods, audible signs such as music or vocal sounds, fragrance or colors used as distinguishing features. ഒരു പ്രോഡക്റ്റിനെ മറ്റുള്ള പ്രോഡക്റ്റുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന അവരുടെ ഒരു ലോഗോ ആവാം, അല്ലെങ്കിൽ അവരുടെ എഴുത്തിൻ്റെ ശൈലിയാവാം, പ്രത്യേക കളറുകളാവാം. ഇത്തരത്തിൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന സംഗതിയാണ് ട്രേഡ് മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. It helps consumers identify and purchase a product or service because its nature and quality. ആ ഒരു സിമ്പിൾ കാണുന്നതോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് കാണുന്നതോട് കൂടിയിട്ട് തന്നെ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ മനസ്സിൽ വരും, കൺസ്യൂമേഴ്സിൻ്റെ മനസ്സിൽ വരും. 10 വർഷത്തേക്കാണ് ഈ ട്രേഡ് മാർക്ക് നിയമപരിരക്ഷ നൽകുന്നത്. അതിനുശേഷം പുതുക്കാവുന്നതാണ്. That is what is called trademarks. Second one, the other thing is copyrights. What is copyright? Copyright is a legal term describing rights given to the creation of their literary and artistic works. The kinds of works covered by copyright include literary works such as novels, poems, plays, newspapers and computer programs, databases, films, musical compositions, artistic works, drawing, photographs, etc. The other thing is geographical indication. What do you mean by geographical indication? ഭൂമിശാസ്ത്രപരമായ അടയാളങ്ങൾ. Geographical indication is an indication which identifies goods as agricultural goods, natural goods, manufactured goods as originating or manufactured in the territory of a country, or a region or a locality in the territory, or a given quality, reputation, or other characteristics of such goods is essentially attributable to its geographical origin. ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ ഒരു പ്രദേശത്ത് ഉണ്ടാകുന്ന അഗ്രികൾച്ചർ ഗൂഡ്സ് ആവട്ടെ, അല്ലെങ്കിൽ നാച്ചുറൽ ഗൂഡ്സ് ആവട്ടെ, അല്ലെങ്കിൽ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളാവട്ടെ, അതിന് നൽകുന്ന നിയമപരമായിട്ടുള്ള സംരക്ഷണത്തെയാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത്. ഉദാഹരണമായി കോഴിക്കോട് ഹലുവ, ആറന്മുള കണ്ണാടി, അതുപോലെ ആസാം ടീ, etc. The other one is industrial design. Industrial design refers to creative activity which result in the ornamental or formal appearance of a product. ഇൻഡസ്ട്രിയൽ ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യാവസായിക രൂപകൽപ്പന എന്നൊക്കെ മലയാളത്തിൽ പറയാം. ഒരു പ്രോഡക്റ്റിൻ്റെ അതേ ഷേപ്പിൽ നമുക്ക് മറ്റൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക സാധ്യമല്ല. ഉദാഹരണമായി റിറ്റ്സ് കാർ, ഫോർ എക്സാമ്പിൾ, അതേ ഷേപ്പിലും അതേ രൂപത്തിലും മറ്റൊരു കമ്പനിക്കും ഒരു കാർ ഉണ്ടാക്കുക സാധ്യമല്ല. അത് അവരുടെ രജിസ്ട്രേർഡ് ഇൻഡസ്ട്രിയൽ ഡിസൈനാണ്. നെക്സ്റ്റ് വൺ ഈസ് trade secrets. It may be confidential business information that provides an enterprise a competitive edge, may be considered as trade secrets. ഏതൊരു വ്യവസായത്തിനും ഏതൊരു കച്ചവട സ്ഥാപനത്തിനും അതിൻ്റേതായിട്ടുള്ള ട്രേഡ് സീക്രട്സ് ഉണ്ടാവും. സെയിൽസ് മെത്തേഡ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ പോളിസീസ് എക്സെട്ര. അത് രഹസ്യമാണ്. ഇതാണ് ട്രേഡ് സീക്രട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The other one is semiconductor and integrated circuits, or ICH. The other one is protection of
new plant varieties. പുതിയ സസ്യ കാർഷിക വിളകളുടെ സംരക്ഷണം. Dear friends, let me summarize this session. We have already understood what is property, what is intellectual property, what are the two categories of intellectual properties, what are the different intellectual property rights such as patents, copyrights, trademarks, industrial designs, etc. etc. Before we winding up this session, let us try to answer the following questions related with these issues.